കോടതിക്ക് തെറ്റുപറ്റിയെന്നേ ഞാൻ പറയുള്ളൂ. ദിസ് ഈസ് എൻ എറോണിയസ് ജഡ്ജ്മെന്റ്. ഒരു കാരണവശാലും നിലനിൽപ്പില്ലാത്തൊരു ജഡ്ജ്മെന്റ് ആണ് ഈ എക്വിറ്റൽ ആസ്പെക്ട്. ഒരു മാസ്റ്റർ കോൺസ്പിറേറ്ററെ വെറുതെ വിട്ടിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ രേഖാപരമായ തെളിവുണ്ടായിട്ട് നമ്മുടെ സെഷൻസ് കോടതിക്ക് അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയുന്നു, ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വിധി നിലനിൽക്കുന്നതല്ല, കുറ്റമുക്തമാക്കിക്കൊണ്ടുള്ള വിധി നിലനിൽക്കുന്നതല്ല. എന്തിനാണ് ഈ അതിജീവിതയോട് ഒരു വിരോധം വരാൻ കാരണം? ആദ്യത്തെ ഭാര്യ നിലനിൽക്കുമ്പോൾ രണ്ടാമത്തെ കാമുകിയോടുണ്ടായ പ്രേമം ഈ സ്ത്രീയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു വൈരാഗ്യത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത അനിമോസിറ്റി. ഇനി ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ പോലീസ് എന്ന് പറയുന്ന ഡിഫൻസ് കോടതിയിൽ പോലും സാധാരണ പറയുന്ന ഒരു വെർഷൻ അല്ലാതെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കത്ത് 457 എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ കത്തുണ്ട്. അതും ഈ ഒന്നാം പ്രതി എഴുതിയ കത്താണ്. ആ കത്തിൽ പറയുന്നത് എന്താണ്? അന്ന് എറണാകുളത്ത് അബാദ് പ്ലാസയിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നീ നാളും ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നാം പ്രതി കത്തിൽ എഴുതിയിരിക്കുകയാണ്. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ രേഖാപരമായ തെളിവുണ്ടായിട്ട് നമ്മുടെ സെഷൻസ് കോടതിക്ക് അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയുന്നു, ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വിധി നിലനിൽക്കുന്നതല്ല, കുറ്റമുക്തമാക്കിക്കൊണ്ടുള്ള വിധി നിലനിൽക്കുന്നതല്ല. കാരണം ഹൈക്കോടതി കുറ്റമുക്തമാക്കിയ കേസായിരുന്നു സൂര്യനെല്ലി കൂട്ടബലാത്സംഗ കേസ്. കീഴ്ക്കോടതി എല്ലാവരെയും ശിക്ഷിച്ചു, ഹൈക്കോടതി എല്ലാവരെയും വെറുതെ വിട്ടു. സുപ്രീം കോടതി തിരിച്ചു വന്ന് രണ്ടാമത് വാദം നടത്തിയപ്പോഴാണ് വെറുതെ വിട്ട 28 പ്രതികളെ കോടതി ശിക്ഷിച്ചത്. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഈ മാസ്റ്റർ കോൺസ്പിറേറ്ററെ കുറ്റമുക്തമാക്കാൻ കഴിയാത്ത ഒരു തെളിവുള്ള കേസാണിത്. ഈ രണ്ട് പ്രോസിക്യൂട്ടർ നിരത്തിയിരിക്കുന്ന ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്ന തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. P-122 എന്ന് പറഞ്ഞ ലെറ്റർ പ്രോസിക്യൂഷൻ റിലേ ചെയ്തതാണ്. ഈ P-457 എന്ന് പറയുന്ന രണ്ടാമത്തെ കത്ത് അത് പ്രോസിക്യൂഷൻ റിലേ ചെയ്തതാണ്. അപ്പൊ തെളിവുകളുടെ അഭാവമല്ല, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്ക് നടിക്കുന്നവരെ എങ്ങനെ ഉണർത്താൻ പറ്റും? പ്രോസിക്യൂഷൻ പരമാവധി ഈ കേസിൽ വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ കേസ് ഇപ്പോഴും സ്ട്രോങ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കത്തിൽ കൂടിയാണ് പ്രതിഫലം ഈ കൊട്ടേഷൻ സംഖ്യ ആവശ്യപ്പെടുന്നത്, ബാക്കി സംഖ്യ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് കൊട്ടേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൊട്ടേഷൻ സംഖ്യ ആവശ്യപ്പെടുന്നത്? പ്രോസിക്യൂഷൻ റിലേ ചെയ്ത ഒരു രേഖയാണ്, പരമപ്രധാനമായ രേഖയാണ് എക്സിബിറ്റ് 122 ആൻഡ് എക്സിബിറ്റ് P-457. കോടതിയുടെ ഫൈൻഡിങ്സ് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വീഡിയോയിൽ പകർത്തിയ കാര്യം പറയുന്നു, കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പ്രതികൾ ആ സ്ത്രീയോട് പറഞ്ഞ കാര്യം വിക്ടിമിന്റെ മൊഴിയാണ്, കോടതിയുടെ മൊഴിയാണ്. കേരളമല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ നടന്ന അത്യപൂർവങ്ങളായ ഒരു ക്രിമിനൽ റേപ്പാണിത്. ഒരു കൊട്ടേഷൻ റേപ്പ്. ഹാവ് യു ഹേർഡ് ഓഫ് ഇറ്റ്? നമ്മുടെ കേരളീയ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് ഒരു വിരോധത്തിന്റെ പേരിൽ, വിരോധത്തിന് കാരണമുണ്ട്. ആ വിരോധം ഒരു ഇൻവെന്റഡ് വിരോധമല്ല. ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് സ്ത്രീയോട് എന്ത് വിരോധമാണ്? വിരോധമാണെങ്കിൽ ആക്രമിക്കുകയല്ലേ ചെയ്യാൻ? ആക്രമിച്ചതല്ല, റേപ്പ് ചെയ്തതാണ്. റേപ്പ് ഒരു മിയർ റേപ്പിന് വേണ്ടിയുള്ള റേപ്പ് അല്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ പകർത്തിയത്. ആ റേപ്പ് വീഡിയോയിൽ പകർത്തി എത്തിക്കുന്നത് എവിടെയാണ്? അവിടെയാണ് ലാർജർ കോൺസ്പിറസി. ഇത് ലീഗൽ ആസ്പെക്ട് ആണ്, ഫാക്ച്വൽ ആസ്പെക്ട് ആണ്, എവിഡൻസറി വാല്യൂ ആണ്. ഞാൻ പറഞ്ഞതാണ്, ഇന്ന് വരെ കേട്ടിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ ഇത്രയും കൂടുതൽ ഡിജിറ്റൽ എവിഡൻസ് ഉള്ള, ഫോറൻസിക് തെളിവുള്ള, ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ള, സാഹചര്യ തെളിവുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കേസ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എൻ്റെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ 4.5 പതിറ്റാണ്ട് പിന്നിട്ട എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ വിധി ഒരിക്കലും നിൽക്കില്ല. ഹൈക്കോടതിയിൽ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായാൽ ഈ മാസ്റ്റർ കോൺസ്പിറേറ്ററെ വെറുതെ വിട്ടുള്ള വിധി ഒരിക്കലും നിൽക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അതാണ്. സാക്ഷികൾ, റേപ്പ് കേസിന് സാക്ഷികൾ കൂറുമാറിയാൽ അത് ഒരിക്കലും കേസിനെ ബാധിക്കില്ല. കാരണം റേപ്പ് ഒരിക്കലും ഒരു നേരിട്ട് സാക്ഷി വന്ന് പറയേണ്ട കാര്യമല്ല. അതിലേറ്റവും പരമപ്രധാനമായ മൊഴി വിക്ടിമിന്റെ തന്നെയാണ്. ഈ കേസിൽ എന്തിനാണ് ഈ പ്രതികൾ ഇതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ദിലീപിന്റെ വീട്ടിലെത്തിച്ചത്? ഇതെല്ലാം തെളിഞ്ഞതാണ്. ഈ കൊട്ടേഷൻ ചെയ്തു, നിങ്ങളെ കൊട്ടേഷൻ തന്നിരിക്കുകയാണ് എന്ന് ഈ മുഖ്യ പ്രതികൾ വിക്ടിമിനോട് പറയുകയാണ് വാനിൽ വെച്ച്. അപ്പൊ ആ നിരപരാധിയായ ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾക്ക് ആ പണം ഞാൻ തരാം, എന്നെ നിങ്ങൾ കുറ്റമുക്തമാക്കണം.